ഹായ് ഓൾ, അങ്ങനെ ഞങ്ങളിതാ കാപ്പാട് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ എൻട്രൻസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പെർ ഹെഡ് 25 റുപ്പീസാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കിടക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് പാർക്ക്, ഗാർഡനിങ്, വാക്കിംഗ് പ്ലേസ്, സിറ്റിംഗ് പ്ലേസ് ഒക്കെ ആയിട്ട് ഒരു ഭാഗത്തും മറുഭാഗത്ത് വിശാലമായ കടലുമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ശരിക്കും അവിടെ പോയ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നല്ലൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. ഈ കാപ്പാടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് വാസ്കോ ഡ ഗാമേനെയാണ് അല്ലേ. അദ്ദേഹം 1498 കാപ്പാട് ബീച്ചിൽ വന്നിറങ്ങിയതെന്നാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഇപ്പോഴും ആ ഒരു പാറ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ പാറയിലെടുത്തായിട്ടാണ് അദ്ദേഹം വന്നിറങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം വന്നിറങ്ങിയ പാറയിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി പ്ലേസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഈവനിങ് ആയത് അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല. അപ്പം ഇനി ആരെങ്കിലും കോഴിക്കോടൊക്കെ വരുവാണെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. അത്രയ്ക്ക് നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ, സീ യു.